ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ന് വേറെ ഒന്നുമല്ല, നാളെ രാവിലെ നടക്കുന്ന നമ്മുടെ പോർച്ചുഗൽ വിസ് സ്പെയിൻ ലോകോത്തര കളി. അതായത് ആര് ജയിക്കണോ അവർ നേരെ ക്വാർട്ടറിലേക്ക് കടക്കും, അല്ലാത്തവർ പുറത്താവും. ഒരു ടീം എന്തായാലും, നല്ലൊരു ടീം എന്തായാലും നാളെ രാവിലെ പുറത്താവും. അത് ആരാകും എന്നറിയത്തില്ല. എന്നായാലും നമ്മുടെ സ്പെയിനും നമ്മുടെ പോർച്ചുഗലും നേർക്കുനേർ വരികയാണ്. രണ്ട് യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് അവർ. ഒരു സാധാരണ മത്സരം ഒരിക്കലും ആയിരിക്കില്ല. നല്ല അടിപൊളി, നല്ല എന്താ പറയുക, കിടിലൻ പോരാട്ടം തന്നെയായിരിക്കും എന്നുള്ള 100% ഉറപ്പാണ്. അമ്മാതിരി മത്സരം തന്നെയായിരിക്കും, അമ്മാതിരി മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കുമെന്ന് കരുതുന്നവർ ഒരുപാട് പേരുണ്ട്. പറയാൻ പറ്റില്ല, അവൻ്റെ പ്രായം തളർത്താത്ത പോരാളി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അവൻ ഈ മത്സരത്തിൽ എടുത്ത ടീമാണ്. മത്സരം തോറ്റുപോയി കഴിഞ്ഞാൽ അവർ പുറത്താകും. അപ്പോൾ അതോടുകൂടി പോർച്ചുഗൽ ഔട്ടാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും മടങ്ങേണ്ട വരും. അങ്ങനെ എന്താകുമെന്ന് അറിയില്ല. എതിർവശത്താണെങ്കിൽ സ്പെയിനിൻ്റെ പുതിയ യുവതാരം തന്നെ വന്നിട്ടുണ്ട്. ലാമിൻ യമാൽ എന്ന് പറഞ്ഞ നമ്മുടെ പുതിയ താരോദയം. 18 വയസ്സേ ഉള്ളൂ അവൻ. പുള്ളിയുടെ പുത്തൻ താരോദയമാണ്. പുള്ളി വേൾഡ് കപ്പിലേക്ക് കളിച്ച മത്സരം പുള്ളി നല്ല ആക്രമണോത്സവം, നല്ല എന്താ പറയുക, ഇനി വരുന്ന തലമുറ ഈ പേരിലായിരിക്കും ചിലപ്പോൾ ഇനി അറിയപ്പെടാൻ പോകുന്നത്. സ്പെയിൻ നമ്മുടെ മെസ്സി, റൊണാൾഡോ എന്ന് പറയും പോലെ യമാൽ എന്ന പേരിലും അറിയപ്പെടുന്ന ഇതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ലൊരു പ്ലെയർ കൂടിയാണ്. പുത്തൻ താരോദയമാണ്. 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, പോർച്ചുഗലും സ്പെയിനും തമ്മിലുള്ള മത്സരമാണ് നാളെ നടക്കുന്നത്. അവരുടെ കൂടുതൽ വിശേഷങ്ങൾ, ആരാകും പുറത്തു പോവുക, നമ്മുടെ പ്രഡിക്ഷൻ എന്നാണ് എന്നൊക്കെ നമുക്കിത് പറയാം. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻ അടിയിൽ കമൻറ്റും ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ടീമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിനെ കുറിച്ച് തന്നെ പറയാം. സ്പെയിൻ ഈ ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും നല്ലൊരു ടീമാണ് സ്പെയിൻ. കാരണം ഇതുവരെ അവർ കളിച്ച കളിയിൽ ഏറ്റവും മികച്ച കളികളാണ് അവർ കാഴ്ചവെച്ചത്. ഇതുവരെ ഒരു ഗോൾ പോലും അവർ വഴങ്ങിയിട്ടില്ല. അവരുടെ പാസിങ്ങും പൊസിഷനും അതിൻ്റെ ഹൈ പാസും അറ്റാക്കിങ്ങും എല്ലാം മൂവ്മെൻറ്റ്സ് എല്ലാം ലോകോത്തര നിലവാരത്തിലുള്ളവരാണ്. നമ്മൾ കണ്ടതാണ് അവരുടെ കളി. ഇന്നേ വരെ അവർ ഒരു കളി പോലും അവർ ഗോൾ വഴങ്ങാതെ അവർ കളിച്ചേക്കണ കളിയാണ് സ്പെയിൻ അറിയാലോ, പണ്ടത്തെ പോലെ തന്നെ ഡിഫൻസിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അവർ അറ്റാക്കിങ്ങും അറ്റാക്കിങ് നന്നായിട്ട് നടത്തുന്ന ടീമാണ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ പോർച്ചുഗലിന് എത്രത്തോളം ഇത് വെല്ലുവിളിയാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയ ലാമിൻ യമാൽ പുതിയ സൂപ്പർ സ്റ്റാറാണ്. അത് വെറും 18 വയസ്സേ ഉള്ളൂ. പുള്ളിയുടെ അത്യാവശ്യം സ്പീഡും ഡബ്ലിങ്ങും ക്രോസിങ്ങും എല്ലാം നമ്മൾ കണ്ടതാണ്. എല്ലാം അടിപൊളിയാണ്, ലോകോത്തര നിലവാരം തന്നെയാണ്. നമ്മുടെ ഓസ്ട്രിയക്കെതിരെ നിരവധി ഷോട്ടുകളാണ് പുള്ളി അടിച്ച് കറക്റ്റ് ലെവലിൽ, കറക്റ്റ് പാസും കറക്റ്റ് ഗോളും അടിച്ചത്. ഏറ്റവും കൂടുതൽ അപകടകാരി എന്ന് ഞാൻ പറയുന്ന ഒരാളാണ് ഈ 18 വയസ്സുകാരായ ലാമിൻ യമാൽ. അപ്പോൾ റൊണാൾഡോയും മെസ്സിയും കഴിഞ്ഞിട്ടുള്ള തലമുറയ്ക്ക് പുതിയ തലമുറ കാത്തിരിക്കുന്ന ഒരു താരം തന്നെയാണ് യമാൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നല്ലൊരു പ്രതിരോധവും നല്ല അറ്റാക്കിങ്ങും ഉള്ള സ്പെയിൻ നല്ലൊരു വമ്പൻ വിജയം നേടുമോ എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ പോർച്ചുഗലിനെ തളയ്ക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇനി പോർച്ചുഗലിൻ്റെ കഴിവുകേടായിട്ട് എനിക്ക് തോന്നുന്ന സ്ഥിരത കുറവാണ്. അവർക്ക് നല്ല കളിക്കാർ ഒരുപാട് പേരുണ്ട് പോർച്ചുഗലിൽ. കാരണം പക്ഷേ അവർ സ്ഥിരത കുറവാണ്. ബ്രൂണോ ഉണ്ട്, ബെർണാഡോ ഉണ്ട്, വിറ്റിനോ ഉണ്ട്, റൂബൻ ഉണ്ട്, പിന്നെ നമ്മുടെ മെൻഡസ് ഉണ്ട്, തുടങ്ങിയ ലോകോത്തര നിലവാരങ്ങൾ ഒരുപാട് പേരുണ്ട്. നമ്മുടെ റൊണാൾഡോ ഉണ്ട്. ഇവരൊന്നും ഈ വലിയ ആധിപത്യം കാണിച്ചുള്ളൂ ഇത്രയും കളി നടന്നിട്ടും. കാരണം വെച്ചാൽ ചില ഗ്രൂപ്പുകളിൽ ചില മത്സരങ്ങൾ സമനില വഴുകി. ക്രൊയേഷ്യക്കെതിരെ ലാസ്റ്റ് മത്സരം ജയിച്ചെങ്കിലും അവസാന നിമിഷത്തിലാണ് അവർ ഗോൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ സ്പെയിനെതിരെ എത്രത്തോളം മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ട സാഹചര്യമെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ. കാരണം സ്പെയിൻ അങ്ങനെ കളിക്കുന്ന ടീമാണ്. പോർച്ചുഗലിന് അത്രത്തോളം അങ്ങ് കളി വന്നിട്ടില്ല. ലോകോത്തര കളിക്കാരുണ്ട്, പക്ഷേ അവർക്ക് അങ്ങനെ എത്താൻ സാധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ പോർച്ചുഗലിനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റൂല കേട്ടോ. അതായത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രായം ഈ പറയും പോലെ നല്ല പ്രായത്തിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം തുടക്കത്തിൽ പുള്ളീനെ എല്ലാവരും അവോയ്ഡ് ചെയ്തു. പിന്നീട് രണ്ടാമത് തിരിച്ചു വന്നത് മൂന്നാമത്തെ കളിയിലും ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരെ പെനാൽറ്റി അടിച്ചെങ്കിൽ തന്നെ എനിക്ക് അത്ര സെറ്റപ്പായിട്ട് അവൻ്റെ കളി തോന്നിയില്ല. അതോ നമുക്കറിയത്തില്ല. സ്പെയിനെതിരെ ഇത് അവസാന ലോകകപ്പ് ആവുമോ, പുള്ളിയുടെ യാത്ര ഇപ്പോൾ മത്സരമാവോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നല്ല കളി തന്നെയായിരിക്കും. ഈ എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ ആധിപത്യം പുലർത്തുന്ന ടീം തന്നെ വിജയിക്കും. കാരണം മിഡ്ഫീൽഡാണ് മെയിൻ സംഭവം. മിഡ്ഫീൽഡ് ആധിപത്യം ടീം കൈവശം ഏറ്റവും കൂടുതൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ പറയും പോലെ
സ്പെയിൻ തന്നെയാണ്, സ്പെയിൻ തന്നെ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അറ്റാക്കിങ്ങും ഡിഫൻസും ഒരേപോലുള്ള ടീമാണ് അവർ. യാമാലുണ്ട്, ഒയർ സബാലുണ്ട്, നിക്കോ വില്യംസ് ഉണ്ട് തുടങ്ങിയ താരങ്ങൾ ഏത് സമയത്തും മത്സരം മാറ്റിമറിക്കാൻ കഴിവുള്ള ടീമുകളാണ്. പോർച്ചുഗലിൽ നല്ലൊരു പോരാട്ടം തന്നെ പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി ബ്രസീൽ പുറത്തായി. ഇനി അടുത്ത് പോർച്ചുഗലാണോ സ്പെയിനാണോ? സ്പെയിൻ രണ്ട് നല്ല ടീമുകളാണ്. പിന്നെ റൊണാൾഡോ ഒരാൾ മതി. അവൻ്റെ നല്ല പാസിങ്ങും നല്ല എന്താ പറയണ പെനാൽറ്റി എല്ലാം അവനെ പോലെ ഒരുത്തം മതി ഒരു ടീമിനെ വിജയിപ്പിച്ചെടുക്കാം. പക്ഷേ എത്രത്തോളം സപ്പോർട്ട് ബ്രൂണോ അറിയാലോ, ബ്രൂണോൻ്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ നല്ലുള്ള സംഭവമാണ് ബ്രൂണോ. പക്ഷേ എത്രത്തോളം റൊണാൾഡോയ്ക്ക് സപ്പോർട്ടാണ് എന്നറിയത്തില്ല. റൊണാൾഡോയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ഇവർ കൊടുത്താൽ ചിലപ്പോൾ കളി തിരിയാനും അവസരമുണ്ട്. എന്തായാലും റൊണാൾഡോയും നമ്മുടെ യമാലും തമ്മിലുള്ള കനത്ത, അതായത് ഒരു ഒരു യുഗത്തിൻ്റെ അവസാനവും ഒരു യുഗത്തിൻ്റെ തുടക്കവും ആവും എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. കാരണം വെച്ചാൽ റൊണാൾഡോ എന്നുള്ള യുഗത്തിൻ്റെ അവസാനവും യമാൽ എന്നുള്ള യുഗത്തിൻ്റെ തുടക്കവും ഒരു പുതിയ യുഗം തന്നെയാണ് ഈ വേൾഡ് കപ്പ് കൂടി ആരംഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് തന്നെയായിരിക്കും എന്ന് നിങ്ങളും നിങ്ങളും കരുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുവരെ കളിച്ചത് ഇവർ തമ്മിൽ പരസ്പരം പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടെങ്കിലും സ്പെയിന് ഒരു പ്രാവശ്യമാണ് 2010 വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പോർച്ചുഗലിന് എന്താ പറയണേ, ഇതുവരെ വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. യൂറോ കപ്പും UEFA നാഷണൽ ലീഗൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ഇവർ കളിച്ചത് മറ്റേ UEFA 2021 നാഷണൽ ലീഗ് കപ്പിൽ, അത് നമ്മുടെ പോർച്ചുഗലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ജയിച്ചത്. അങ്ങനെ ഒരു എന്താ പറയണേ, ഒരിക്കലും നമുക്ക് ആരെയും പോർച്ചുഗലിനെ എഴുതി തള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഒരു UEFAയുടെ നാഷണൽ ലീഗിൽ അവരാണ് സ്പെയിനെ തോൽപ്പിച്ച് ഇവരാണ് പോർച്ചുഗലാണ് ജയിച്ചത്. അതിപ്പോൾ നമുക്ക് ആരെയും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എഴുതി തള്ളാൻ ഒരിക്കലും പറ്റില്ല. നമ്മുടെ റൊണാൾഡോ ഉണ്ട്. റൊണാൾഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൊണാൾഡോ എന്താ പറയുക, റൊണാൾഡോയുടെ നല്ലൊരു ഹെഡർ മതി, നല്ലൊരു ഫ്രീ കിക്ക് മതി, നല്ലൊരു പെനാൽറ്റി മതി, ഒരു നിമിഷം മതി എല്ലാം മാറ്റി മറിക്കാൻ. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു നല്ലൊരു കളിയായിരിക്കും, നല്ല ആവേശം നിറഞ്ഞൊരു കളിയായിരിക്കും. കാരണം ജീവൻ മരണ പോരാട്ടമാണ്. പുറത്താവുന്ന ടീം വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവും. ബ്രസീലിൻ്റെ കൂടെ ആരാണ് നാട്ടിലേക്ക് മടങ്ങണേ എന്ന് നമുക്കറിയത്തില്ല. എന്നാലും എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്പെയിൻ വിജയിക്കുമെന്നാണ്. കാരണം സ്പെയിൻ്റെ ഇതുവരെയുള്ള കളി നോക്കുമ്പോൾ സ്പെയിന് നല്ലൊരു വിജയസാധ്യതയാണുള്ളത്. എൻ്റെ പ്രഡിക്ഷൻ എന്നുള്ള സ്കോർ 3-1 സ്പെയിൻ വിജയിക്കുമെന്നാണ്. റൊണാൾഡോ നാട്ടിലേക്ക് മടങ്ങുമെന്നാണ്, മടങ്ങരുത് എന്നാണ് മനസ്സിൽ വിശ്വാസമെങ്കിലും കളി വച്ച് നോക്കുമ്പോൾ സ്പെയിൻ തന്നെ കളി ജയിക്കാനാണ് എൻ്റെ മനസ്സിലൊരു 80% സാധ്യത. കാരണം അങ്ങനെ കളിച്ചാണ് അവർ ഇവിടം വരെ എത്തിയത്. മറ്റേ പോർച്ചുഗലാണ് ഈ ക്രൊയേഷ്യക്കെതിരെ കഷ്ടിച്ച് ജയിച്ച് മറ്റേ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ സമനില വഴങ്ങി. ഒരു സ്ഥിരത, മീൻസ് ഒരു ഒത്തൊരുമ അവർക്ക് ടീമിലില്ല. അതാണ് മെയിൻ പ്രശ്നം. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നല്ല കളിക്കാരുണ്ട്, പക്ഷെ അതൊന്നും അവർ ഒത്തൊരുമയില്ലാത്ത ടീമാണ് എൻ്റെ അറിവിൽ. ഈ പോർച്ചുഗലിൽ റൊണാൾഡോ വളരെ നല്ല കളിക്കാരനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കളിക്കാരനാണ്. പുള്ളി വേൾഡ് കപ്പ് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളിയുടെ എല്ലാം നേടി, പക്ഷേ പുള്ളിക്ക് ആ വേൾഡ് കപ്പ് എന്നുള്ള സ്വപ്നം കിട്ടാതെ പുള്ളി നാട്ടിലേക്ക് മടങ്ങും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കൂടെയുള്ളവർ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അപ്പോൾ നല്ലൊരു കളി കാണാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. സ്പെയിൻ വിജയിച്ച് മുന്നേറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങളുടെ പ്രഡിക്ഷൻ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് കളി കഴിയുമ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പോർച്ചുഗലിന് നമ്മുടെ റൊണാൾഡോൻ്റെ അവസാന മത്സരമാകുമോ എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ പുതിയ യുഗത്തിൻ്റെയും ഒരു യുഗം അവസാനിക്കുന്നതിൻ്റെയും പുതിയ യുഗം തുടങ്ങുന്നതിൻ്റെയും ഒരു ഗെയിമായിട്ട് തന്നെയാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.